ഈ കാർഡുകൾ ശ്രദ്ധിച്ചോ നിങ്ങൾ? സർക്കാരിന്റെ 5 ലക്ഷം രൂപ വരെ സൗജന്യമായിട്ട് സഹായം ലഭിക്കുന്ന, ചികിത്സാ സഹായം ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ് ഈ കാർഡ്. അതായത് കേരളത്തിൽ ഇതിന് ആയുഷ്മാൻ ഭാരത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നും ഇന്ത്യ ഒട്ടുക്കും ആയുഷ്മാൻ ഭാരത് എന്നും ആണ് ഈ ഒരു പദ്ധതി അറിയപ്പെടുന്നത്. 2009 മുതൽ, അന്ന് RSBY എന്നായിരുന്നു ഈ പദ്ധതിയുടെ പേര്, അന്ന് മുതൽ ഈ പദ്ധതിയിൽ കാർഡ് വിതരണവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തത് കൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിരന്തരമായിട്ട് നമ്മളോട് ചോദിക്കുന്നതാണ്. ഫോണിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഒക്കെ. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു 3-4 ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരവുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എനിക്ക് വാട്സപ്പിൽ ഇതുപോലെ ഒരു കാർഡ് ഇട്ടിട്ട് ഈ കാർഡ് പുതുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച ഒത്തിരി ആളുകൾ നമ്മളോട് വാട്സപ്പിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം അത്തരം ആളുകളോട് നമുക്ക് പറയാനുള്ളത്, ഈ ഒരു കാർഡ്, അതായത് ഇത് പ്രിന്റ് ചെയ്തിരിക്കുന്നത് 2011 അതിനുശേഷം ഇത് 2013 വരെ പുതുക്കി കൊടുക്കുകയും ചെയ്ത ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇത്തരം കാർഡുകൾ, ഈ ഒരു കാർഡുകൾ, ഇതിൻ്റെ താഴെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, യെല്ലോ കളറാണ് ഇതിൻ്റെ താഴെ ഉള്ളത്. യെല്ലോ കളറാണ് ഇതിൻ്റെ താഴെ ഉള്ളത്. അതിന്മേലാണ് ഈ ഒരു കാർഡിൻ്റെ പ്രത്യേകത. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൻ്റെ ഏറ്റവും താഴെ യെല്ലോ കളറിൽ കറുപ്പ് മഷി കൊണ്ട് നമ്പർ എഴുതിയിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ ഇവിടെ യെല്ലോ കളറാണ് എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇവിടെ യെല്ലോ കളർ, അടിയിൽ യെല്ലോ കളറാണ് എന്നുണ്ടെങ്കിൽ ഈ കാർഡ് ഒരു കാരണവശാലും പുതുക്കാൻ കഴിയില്ല, അതല്ലെങ്കിൽ ഈ കാർഡ് കട്ടായി എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഈ ഒരു കാർഡുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ കാർഡ് പുതുക്കാൻ കഴിയില്ല, ഇത് പൂർണ്ണമായിട്ടും കട്ടായി പോയി എന്നുള്ളതാണ്. ഇനി നമ്മളുടെ കയ്യിൽ കുറേ ആളുകൾ ഈ ഒരു കാർഡ് കൈവശമുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട് പലരും വിളിക്കാറും ബന്ധപ്പെടാറും ഒക്കെ ഉണ്ട്. ഇത്തരം കാർഡുകൾ ഉണ്ടെങ്കിൽ, ഈ കാർഡുകൾ ഉണ്ടെങ്കിൽ, അതായത് ഇത് ഒരു പക്ഷേ 2017 പ്രിന്റ് ചെയ്തതായിരിക്കാം. എന്നിരുന്നാലും 2019 വരെ RSBY എന്ന ഈ ഒരു പദ്ധതിയായിരുന്നു നിലനിന്നിരുന്നത്. പിന്നീട് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകളെയാണ് പിന്നീട് ആയുഷ്മാൻ ഭാരതിലേക്ക് കേരള ഗവൺമെൻറ് മെർജ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെട്ട, അതായത് 2019 വരെ വാലിഡിറ്റി ഉള്ളതോ ഇല്ലാത്തതോ ആവട്ടെ, അടിയിൽ നീല കളറാണെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടു, ഇതിൻ്റെ അടിയിൽ യെല്ലോ കളറാണ്. ഇതൊരിക്കലും നമുക്ക് റിന്യൂ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ പുതുക്കാൻ കഴിയില്ല. എന്നാൽ ഈ ഒരു കാർഡിൻ്റെ അടിയിൽ താഴെ നീല കളറാണുള്ളത്. ഈ നീല കളറുള്ള കാർഡുകൾക്ക് 95% പുതുക്കാൻ കഴിയുന്ന കാർഡുകളാണ് എന്നുള്ളതാണ്. പുതുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ ഒരു പദ്ധതിയിലേക്ക്, ആയുഷ്മാൻ ഭാരത് അഥവാ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമാക്കാൻ കഴിയും എന്ന് സാധ്യതയുള്ളതാണ് 95% ഇത്തരം കാർഡുകൾ. ഇനി 5% കാർഡുകൾ പല ടെക്നിക്കൽ എറേഴ്സും മറ്റു അനുബന്ധ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഫേക്ക് കാർഡുകളൊക്കെ പോകാറുണ്ട്. ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടൊക്കെ കാർഡുകൾ പോകുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള കാർഡുകൾ നമുക്ക് പുതുക്കാൻ സാധിക്കില്ല. അതല്ലാത്ത ഒട്ടുമിക്ക, അതായത് 95% കാർഡുകളും പുതുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ ഇവിടെ കാണാം 3205 എന്നാണ് ഇതിൻ്റെ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 32 എന്ന് ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ ഒരു കോഡായിട്ടും ഈ 05 എന്നുള്ളത് ഇത് മലപ്പുറം ജില്ലയിലുള്ള ഒരു ഫാമിലിയുടെ കാർഡായതുകൊണ്ട് 05. അപ്പോൾ ഇനി കാസർഗോഡ് ആണെങ്കിൽ അവിടെ 01, തിരുവനന്തപുരം ആണെങ്കിൽ 014 ഒക്കെയാണ് വരിക. അത് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു എന്ന് മാത്രം. അപ്പം ഇതാണ് ഈ ഒരു കാർഡ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നിരന്തരമായി വന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് 95% കാർഡും പുതുക്കാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി എവിടെ നിന്ന് പുതുക്കും എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഇൻഷുറൻസുമായിട്ട് സർക്കാരുമായി ധാരണയിലെത്തിയ ഹോസ്പിറ്റലുകളിലാണ് ഇത് പുതുക്കാനും, ഇതിൽ നിന്ന് ഓരോ വ്യക്തിക്കും, നിലവിലുള്ള പദ്ധതി പ്രകാരം ഓരോ വ്യക്തിക്കും ഓരോ കാർഡാണല്ലോ. അപ്പം അത്തരത്തിലുള്ള കാർഡുകൾ വേർതിരിക്കാനും ഓരോ ആശുപത്രിയിലും, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ആശുപത്രിയിലും, ഈ പദ്ധതിയുടെ കാർഡ് എടുക്കുന്ന ഓരോ ആശുപത്രിയിലും ഇൻഷുറൻസ് കൗണ്ടറിൽ അതിനുള്ള സൗകര്യം ലഭ്യമാണ്. സർക്കാർ അത് സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം മിക്കവാറും തിരക്ക് കാരണം അവിടെ അഡ്മിറ്റ് ആവുന്ന സമയത്തായിരിക്കും ആ ഒരു കാർഡ് പേഷ്യൻറ്റിന് എടുത്തു കൊടുക്കുക.
അതല്ലാത്തതുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആ ഒരു കൗണ്ടറുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോഴാണ് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. ഇനിയുള്ളത് മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നിലവിൽ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടുള്ള ഒരു ടെംപ്ലേറ്റ്. അതായത് പണ്ട് 2019-20 കാലഘട്ടങ്ങളിലൊക്കെ കിട്ടിയ കാർഡ്, ഇതുപോലെ പേപ്പറിൽ ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡുകൾ ഇനി പുതുക്കണോ എന്നുള്ളതാണ് ഒത്തിരി ആളുകളുടെ സംശയം. കാരണം അവർക്ക് ഇപ്പോഴൊക്കെ ആയിരിക്കും, അന്ന് എടുത്തു വെച്ച കാർഡ് ഇപ്പോഴും 5 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവർക്ക് ഹോസ്പിറ്റലുകളിലേക്ക് ആവശ്യം വരുന്നത്. ആ ഒരു സമയത്താണ് പലരും ഇത് ചെക്ക് ചെയ്യാൻ, അങ്ങനെ നിരന്തരമായിട്ട് വരുന്ന ഒന്നാണ് ഈ ഒരു കാർഡ് പുതുക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത്. 2019 ശേഷം ഓരോ വ്യക്തിക്കും കിട്ടിയിട്ടുള്ള കാർഡുകൾ പിന്നീട് പുതുക്കേണ്ടതായിട്ട് നിലവിൽ ഒരു സർക്കുലറോ അനുബന്ധ കാര്യങ്ങളോ സർക്കാർ ഉത്തരവിറക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു അപ്ഡേഷൻ വരാത്ത സ്ഥിതിക്ക് നിലവിൽ ഈ ഒരു കാർഡ്, അവരുടെ കയ്യിലുള്ള കാർഡുകൾ എത്ര കാലം വേണമെങ്കിലും പുതിയൊരു അപ്ഡേഷൻ വരുന്നത് വരെ പുതുക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ്. ഇനി നാലാമതായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു പദ്ധതിയിൽ ഞാൻ ഭാഗമല്ല, അതല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരാൾക്ക് അസുഖം വന്നിട്ടുണ്ട്, അപ്പം ഈ ഒരു അസുഖം പുതിയതായിട്ട് പെട്ടെന്ന് ഇൻഷുറൻസ് കാർഡ് വേണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത്തരം ആളുകളോട് നമുക്ക് പറയാനുള്ളത്, പുതിയതായിട്ട് സർക്കാർ, അതായത് ഒരു റേഷൻ കാർഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ രജിസ്ട്രേഷനുകളൊക്കെ പോകുന്നത്. അപ്പോൾ പുതിയ ഒരു റേഷൻ കാർഡിനെ പുതിയ ഒരു കുടുംബത്തെ രജിസ്റ്റർ ചെയ്യുന്നത് നിലവിലില്ല. 2019 ശേഷം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരുപാട് കാലമായി, 5-6 വർഷമായി പുതിയ രജിസ്ട്രേഷനുകളൊന്നും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം പുതിയ രജിസ്ട്രേഷൻ വിളിക്കുന്ന സമയത്ത് മാത്രമാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കുക. നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലും ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ, ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഇൻഷുറൻസ് കാർഡ് ഉണ്ട്, മറ്റൊരംഗത്തിനാണ് ഇൻഷുറൻസ് കാർഡ് ഇല്ലാത്തതെങ്കിൽ അത്തരം ആളുകൾക്ക് പുതുക്കാവുന്നതാണ്, അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കാവുന്നതാണ്. അതിനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള സൗകര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പദ്ധതിയുമായി ധാരണയിലെത്തിയ ആശുപത്രിയിൽ അതിനുള്ള സൗകര്യം ലഭ്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന്, യെല്ലോ കളർ താഴെയുള്ള കാർഡിൻ്റെ ആ കാർഡുകൾ പുതുക്കാൻ പറ്റില്ല. രണ്ടാമത്തത്, നീല കളർ, അടിയിൽ നീല കളറുള്ള കാർഡുകളാണെങ്കിൽ അത് ഒരു 95% കാർഡും പുതുക്കാൻ കഴിയുന്നതാണ്, അല്ലെങ്കിൽ ഈ പദ്ധതിയിൽ ആ കുടുംബത്തിന് അർഹതയുണ്ട് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, പുതുക്കേണ്ട ആവശ്യമുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം 2019 ഓരോ വ്യക്തിക്കും എടുത്തു വെച്ച കാർഡുകൾ പിന്നീട് പുതുക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾക്ക് നിലവിൽ അപ്ഡേഷൻസ് ഒന്നുമില്ല. വേണമെങ്കിൽ പുതിയ മോഡൽ കാർഡുകളിലേക്ക് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്, അത് സ്വന്തമായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നാലാമത്തത്, പുതിയതായിട്ട് ഒരു കുടുംബത്തിനെ എങ്ങനെ ഈ ഒരു പദ്ധതിയിൽ ചേർക്കാമെന്നുള്ളതാണ്. അത് ഇനി അക്ഷയ കേന്ദ്രങ്ങളിൽ രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് മാത്രം നമുക്ക് ചേർക്കാൻ കഴിയുള്ളൂ. അതിന് സർക്കാർ പുതിയ ഉത്തരവുകൾ ഇറക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ സാധിക്കുമെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. ഇതിൽ പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാൻ ഞാൻ ശ്രമിക്കും. സോ താങ്ക് യു സോ മച്ച്.